റോളിംഗ് ആക്ഷൻ. പാപ്പനംകോട് മുതൽ കഴക്കൂട്ടം വരെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. പുതിയ ശബ്ദം, പുതിയ കാഴ്ച എല്ലാം കാണാം. ഇനി കേരളത്തിൽ തിരുവനന്തപുരത്ത് വരുന്നവർക്ക് മറ്റൊരു ടൂറിസം കൂടി സാധ്യതയുണ്ട്. മെട്രോ, ട്രിവാൻഡ്രം മെട്രോ, തിരുവനന്തപുരം മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൻ്റെ ഫസ്റ്റ് അലൈൻമെൻറ്റിനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. പാപ്പനംകോട്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര, നാഗർകോവിൽ അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്ക് പോകുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വീണ്ടും തെക്കോട്ട് തന്നെ പോകുമ്പോഴുള്ള പാപ്പനംകോടിൽ തുടങ്ങി പിന്നെ നഗരത്തിലേക്കാണ് വരുന്നത്. പാപ്പനംകോട്, കൈമനം, കരമന, കിള്ളിപ്പാലം, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലം, പിന്നെ സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാലം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പോങ്ങമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1 എന്ന സ്ഥലം, ടെക്നോ പാർക്ക് ഫേസ് 3, കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2, ആക്കുളം പാലം. നല്ല മനോഹരമായ ഒരു യാത്രയായിരിക്കും ഇത്. കാര്യം ആക്കുളം ബ്രിഡ്ജ്, ഈ ലേക്കെല്ലാം കാണാൻ പറ്റും. തിരുവനന്തപുരം നോർത്ത്, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, തിരുവനന്തപുരം എയർപോർട്ട്, ഈഞ്ചക്കൽ ഹബ്ബ്. ഈഞ്ചക്കൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ KSRTCയുടെ ഹബ്ബ്. അപ്പോൾ അങ്ങനെ 31 കിലോമീറ്ററോളം 27 സ്റ്റോപ്പുകളോടുകൂടി തിരുവനന്തപുരം മെട്രോ വരികയാണ്. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ തിരുവനന്തപുരത്ത് മെട്രോ ആരംഭിക്കുകയാണ്. ചിലപ്പോൾ 2-4 വർഷം കൊണ്ട് ഈ മെട്രോ പണി തീരാൻ സാധ്യതയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലാണ് ഇത് ചെയ്തത്. പക്ഷേ ആദ്യം തുടക്കത്തിൽ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 9 വർഷം കിട്ടി അപ്പോഴും വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിൻ ഓടിത്തുടങ്ങിയാണ്. പക്ഷേ എന്തായാലും വിഴിഞ്ഞം പദ്ധതി തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഇത് ഈഞ്ചക്കൽ കഴിഞ്ഞാൽ പിന്നെ കോവളത്തേക്ക് പോകാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ കോവളം വരെയുള്ള ഫേസ് ചിലപ്പോൾ നീളാം. തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങാം, കഴക്കൂട്ടത്തുനിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങാം, വെഞ്ഞാറമൂടിലേക്ക് പോകുന്ന സ്ഥലം, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എന്തായാലും മെട്രോ റെയിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഫേസ് 1 എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 31 കിലോമീറ്റർ ദൂരത്തിലേക്ക് പാപ്പനംകോട് തുടങ്ങി കഴക്കൂട്ടം ചെന്ന് തിരിച്ച് വീണ്ടും പാരലായി തന്നെ ഈഞ്ചക്കലെത്തുന്ന സമാന്തരമായിട്ടുള്ള ഒരു റെയിൽവേ പാത, അല്ലെ മെട്രോ റെയിലിൻ്റെ പാത വരുന്നുണ്ട്. വളരെ മനോഹരമാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഇനിയിപ്പോൾ വളരെ ഗൗരവമായി മെട്രോയിൽ സഞ്ചരിക്കാം. ഡൽഹി മെട്രോ, ബാംഗ്ലൂരും അങ്ങനെ വളരെ പ്രമുഖ നഗരങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൊച്ചിയിൽ മെട്രോ വന്നു. ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് മെട്രോ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് മെട്രോയുടെ സാധ്യതയുണ്ടോ എന്ന് അറിയണം. എന്തായാലും തിരുവനന്തപുരത്തുകാർക്ക് പുതിയൊരു കാഴ്ച, ഒരു കെട്ടുകാഴ്ച കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിരവധി കടമ്പകളുണ്ട്. റോഡിൻ്റെ വീതി ചില സ്ഥലങ്ങളിലൊന്നും വീതിയില്ല. അപ്പോൾ വീതി കൂട്ടേണ്ട കാര്യങ്ങൾ, പിന്നെ മേൽപ്പാലങ്ങൾ, ശ്രീകാര്യത്ത് മേൽപ്പാലം, പട്ടത്ത് മേൽപ്പാലം, ഇങ്ങനെ കുറേ കടമ്പകളുണ്ട്. പക്ഷേ എന്തെല്ലാം കടമ്പകളുണ്ടെങ്കിലും ഇത് പോകുന്ന വഴി വളരെ മനോഹരമാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ടെക്നോ പാർക്ക്, സെക്രട്ടേറിയറ്റ്, ടെക്നോ പാർക്ക്, അതുപോലെ വേളി, ആക്കുളം കായൽ, പിന്നെ ഈഞ്ചക്കൽ ഹബ്ബ്, എയർപോർട്ട് തുടങ്ങി വളരെ പ്രമുഖമായ സ്ഥലത്തു കൂടെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാരുടെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരുടെയും മൊബിലിറ്റി വളരെ വലുതായിരിക്കും. ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോകാനും അതുപോലെ കോവളത്ത് പോകാനും വിഴിഞ്ഞത്ത് പോകാനും ഒക്കെ വളരെ വലിയ എളുപ്പമായിരിക്കും. എന്തായാലും മെട്രോ അതിവേഗം, ബഹുദൂരം, വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് വരട്ടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴാണത് യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും തിരുവനന്തപുരം മെട്രോ വരുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ഫസ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഉത്തരവായി കഴിഞ്ഞു. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന് തിരുവനന്തപുരത്തേക്ക് സ്വാഗതം. കഴിയുന്നത് വേഗം പദ്ധതി പൂർത്തിയാകട്ടെ. നമുക്ക് ആ ശൂളം വിളി കേൾക്കാൻ കാത്തിരിക്കാം.